കാലങ്ങൾക്ക് മുമ്പ് ലേ ലഡാക്കിനും മണാലിക്കും ഇടയിലുള്ള വഴിയിലൂടെ 2 പേർ യാത്ര ചെയ്യുകയായിരുന്നു. ഗട്ടാലൂപ്സിൽ എത്തിയപ്പോഴേക്കും ഭീകരമായ മഞ്ഞുവീഴ്ചയും കാലാവസ്ഥാ വ്യതിയാനവും കാരണം യാത്ര ദുർഘടമായിരുന്നു. മുന്നോട്ട് വാഹനങ്ങൾ കടത്തിവിടാതെയായി. യാത്ര ചെയ്യാനാകാതെ വാഹനം നിർത്തിയിടേണ്ടി വന്നു. അടുത്തെങ്ങും സഹായത്തിനും ആരുമില്ല. വാഹനത്തിലെ ക്ലീനറിൻ്റെ ആരോഗ്യനില അത്ര നല്ലതല്ലായിരുന്നു. എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമോ എന്നറിയാൻ ഡ്രൈവർ അടുത്തുള്ള ഗ്രാമത്തിൽ പോയി സ്ഥിതിഗതികൾ വിശദീകരിച്ചു. ഫലമുണ്ടായില്ല. തിരികെ പോകാൻ ഡ്രൈവർക്ക് കഴിഞ്ഞില്ല. അവശനായ ക്ലീനർ വിശന്ന് ദാഹിച്ചു മരിച്ചിരുന്നു. ഒടുവിൽ അയാളുടെ ശരീരം ആ മഞ്ഞിൽ തന്നെ കുഴിച്ചുമൂടി. പിറ്റേ വർഷം മുതൽ അതുവഴി കടന്നു പോകുന്ന യാത്രികർക്ക് വിചിത്രമായ ഒരു അനുഭവം നേരിടേണ്ടി വന്നു. ഒരു ഭിക്ഷക്കാരൻ വഴിയിൽ വാഹനം തടഞ്ഞു നിർത്തി വെള്ളം ചോദിച്ചു. വെള്ളം കൊടുത്തില്ലെങ്കിൽ യാത്രക്കാരെ ശപിക്കുകയും വണ്ടി നിർത്താത്തവരെ അപകടത്തിലാക്കുകയും ചെയ്യുകയാണ് അയാളുടെ പരിപാടി. അനുഭവങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ ഗ്രാമവാസികൾ ഉറപ്പിച്ചു, മനുഷ്യനല്ല മറ്റെന്തോ ശക്തിയാണ്, പ്രേതം തന്നെയാണെന്ന് പരക്കെ പറഞ്ഞു തുടങ്ങി. അതോടെ ഗ്രാമവാസികൾ പ്രേതത്തിനു വേണ്ടി ഒരു ചെറിയ ക്ഷേത്രം ആ വഴിയിൽ പണി കഴിപ്പിച്ചു. ഇപ്പോഴും അതുവഴി പോകുമ്പോൾ യാത്രികർ കുറച്ച് വെള്ളം അവിടെ നേദിക്കാറുണ്ട്. കഥ പറയുന്നത് കേട്ടതുപോലെ തള്ളിക്കളയണ്ട. സംഭവം നടന്നതായാണ് ഗട്ടാലൂപ്സിനടുത്തുള്ള ഗ്രാമത്തിലെ നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. മണാലിയിൽ നിന്നും ലേയിലേക്കുള്ള വഴിയിലാണ് ഈ മഞ്ഞു മൂടിയ ഇടം. കല്ലുവെച്ച് നിർമ്മിച്ച് മുകളിൽ ചുവന്ന കൊടി നാട്ടിയ ഈ വഴിയിലെ ക്ലീനർ ക്ഷേത്രം പോകുമ്പോൾ തന്നെ കാണാം. ഇതിനു ചുറ്റും പരന്നു കിടക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത വെള്ളക്കുപ്പികൾ. സമുദ്രനിരപ്പിൽ നിന്നും 15,547 അടി ഉയരത്തിലാണ് ഗട്ടാലൂപ്സ് സ്ഥിതി ചെയ്യുന്നത്. 21 ഹെയർപിൻ വളവുകൾ താണ്ടിയാണ് ഇവിടേക്ക് എത്തേണ്ടത്. ദൃശ്യഭംഗി കൊണ്ട് ആകർഷിക്കുന്ന ഒരിടവുമാണിത്. അത്തരം ഒരിടത്ത് ഈ ക്ഷേത്രം സഞ്ചാരികളുടെ ഇടയിൽ വലിയൊരു ചോദ്യചിഹ്നമാകാറുണ്ട്. സ്ഥിരമായി വഴിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കാരണമാണ് ഇത്തരമൊരു ക്ഷേത്രം പോലും ഇവിടെ പണി കഴിപ്പിക്കപ്പെട്ടതും യാത്രികർ ക്ലീനർക്ക് വെള്ളം നേദിക്കുന്നതും. ഇവിടുത്തെ കാലാവസ്ഥ പല സമയങ്ങളിലും വളരെ മോശമാകാറുണ്ട്. അത്തരം സമയങ്ങളിൽ വഴി അടച്ചിടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. മഞ്ഞുകാലങ്ങളുടെ തീവ്രതയനുസരിച്ച് മാത്രമേ ഇവിടേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കാവൂ. കഥകൾ കേട്ട് ഭയക്കേണ്ടതില്ല. ഇത്തരം വിശ്വാസങ്ങളെയൊന്നും മാനിക്കാതെ വെള്ളം നൽകാതെ ഇതുവഴി കടന്നു പോകുന്ന യാത്രികരുമുണ്ട്. അവരിൽ പലർക്കും ഇത്തരം അതീന്ദ്രിയമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. വിശ്വാസമുള്ളവർ തീർച്ചയായും ജലം ക്ഷേത്രത്തിൽ നേദിക്കാറുണ്ട്.